തിരുവനന്തപുരത്ത് എല്ലാവരും വളരെയേറെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൈലി പ്രിഫേർഡ് റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമ്മുടെ നാലാഞ്ചിറ. നാലാഞ്ചിറ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാലാഞ്ചിറ വലിയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട്. ആ എഡ്യൂക്കേഷണൽ ഹബ്ബിന് തൊട്ടടുത്തായിട്ട്, അതായത് നമ്മുടെ മാർവേനീസിനൊക്കെ തൊട്ടടുത്തായിട്ട് ദേ കാണുന്ന KJK ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ടോട്ടലായിട്ട് 11 സെൻറ്റിൽ ഈ ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. വീട് വന്നിട്ട് നമുക്ക് ഏകദേശം 30 വർഷത്തോളം പഴക്കമുണ്ട്. പക്ഷേ അതിനകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പഴക്കം ഒട്ടും തന്നെ തോന്നത്തില്ല. അത് നിങ്ങൾക്ക് അകത്ത് കയറി കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നാലാഞ്ചിറ KJK ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി വരുമ്പം തന്നെ KJK ഹോസ്പിറ്റലിന് മുന്നേ B ലൈൻ എന്ന് പറഞ്ഞ് വലത്തോട്ടൊരു ലൈൻ കാണാം. ആ റോഡ് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ഇടത്തോട്ട് ഈ വളഞ്ഞിങ്ങനെ വരുമ്പോൾ നേരെ കാണുന്ന വീട് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. ഇതിനകത്ത് ഇനി വേറെ ഇടനിലക്കാരോ ആരും തന്നെ ഇല്ല. ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നേരിട്ട് ഓണമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്ക് ടോട്ടലായിട്ട് 11 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ വീടിരിപ്പ് പോയിട്ട് വീടിന് ചുറ്റും അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്ക് സ്പേസ് കിട്ടും. ഇവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് വരും. അത് വീടിൻ്റെ സ്ട്രക്ചറിൽ തന്നെയാണ് വരുന്നത്. അതുപോകെ ഈ ഭാഗത്തും ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ മുറ്റമൊക്കെ നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഉണ്ട്. അല്ലാണ്ട് വാട്ടർ കണക്ഷൻ നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. ഇനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്ത് നമുക്ക് വരാന്ത സ്പേസ് വന്നിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ്. ഇവിടെ ഇപ്പോൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ. വീടിനകം കണ്ട ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇതിനാ ഒരു പഴക്കം തോന്നിക്കത്തില്ല. എല്ലാം പുത്തൻ കണ്ടീഷനിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഇഷ്ടിക കെട്ടും അതുപോലെ പുഴമണലിലൊക്കെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനൊരു ഉദാഹരണമാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് വരും. ഇവിടെ തന്നെ നമുക്ക് ക്രോക്കറിയൊക്കെ വെക്കാവുന്ന രീതിയിൽ വലിയൊരു ഷെൽഫ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും വാഷ് ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പം ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അതിൻ്റെ അടിയിലും ഈ ഭാഗത്തും എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ഇന്നും പുത്തൻ കണ്ടീഷൻ. നമുക്കിതിൽ ഇനി വേറെ റെനോവേഷൻ വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്കൊരു സ്റ്റോർ റൂം കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. അതിപ്പോൾ നമ്മളൊന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഈ കാണുന്നത് പോലെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസാണ് വരുന്നത് കേട്ടോ. 2 വലിയ ബെഡ്റൂംസാണ്. രണ്ടും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ്. അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മേളിൽ നല്ലതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ കാണുന്നത് പോലെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന 2 ബെഡ്റൂംസാണ് നമ്മുടെ താഴത്തെ നിലയിൽ വരുന്നത്. രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നോക്കി എല്ലാം പുത്തൻ കണ്ടീഷനിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിന് നിങ്ങളിനി ഒരു രീതിയിലുള്ള വർക്കുകളും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരും. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ കാണുന്ന പോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. കട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിന് ചുറ്റും നല്ലതുപോലെ സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, കബോർഡ് വർക്ക് ഒരു ചുമര് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂംസാണ് വരുന്നത്. 2എണ്ണത്തിനും കൂടെ നമുക്കൊരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. നേരത്തെ ഉള്ളതിൽ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് മുൻവശത്തെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണി ഇങ്ങനെ ചുറ്റി നമ്മളൊരു ഓപ്പൺ ടെറസിലേക്ക് പോകും. ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള ആക്സസ് വരുന്നത്. നമുക്ക് നമ്മുടെ ഈ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് KJK ഹോസ്പിറ്റൽ കാണാം. അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തന്നെ പ്ലോട്ടുകളൊക്കെ നേരത്തെ സെയിലിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെവി പ്രൈസിങ് ആണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരും. ഈ ബെഡ്റൂമിനായാലും നമുക്കൊരു ഓപ്പൺ ടെറസിലേക്ക് അല്ലെങ്കിൽ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് വരുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. നേരത്തെ റൂമുകളിൽ കണ്ടിരുന്നത് പോലെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ കവേർഡ് സ്പേസ് ഒത്തിരിയധികം ഉണ്ട്. നിറയെയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങളും പുറത്തിടേണ്ടി വരത്തില്ല. ഈ 2 ബെഡ്റൂമുകൾക്കും കൂടെ ആയിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നല്ല പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഇന്നും പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ പിൻവശത്തേക്ക് വരുന്ന ഒരു ഓപ്പൺ ടെറസാണ്.
ഇവിടെയും ഫുള്ളായിട്ട് റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തുണി ഉണങ്ങാനിടാനായാലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ല. ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർവേനിയസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ്. അതായത് മാർവേനിയസിന് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് വരുള്ളൂ കേട്ടോ. ആ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ഉള്ളത്. പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും സിറ്റിയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോകാൻ വളരെ ഈസിയാണ്. അത്രയും ആക്സസിബിലിറ്റി ഉള്ള ഒരു ഹൈലി പ്രിഫേർഡ് ലൊക്കേഷനാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 11 സെൻറ്റിൽ ഈ ഒരു വലിയ വീടോട് കൂടി ഉദ്ദേശിക്കുന്ന വില 1,90,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില കണക്കാക്കുമ്പോഴത്തേക്കും വീടിന് വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയെ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷേ വീട് നമുക്ക് താമസയോഗ്യമായി നല്ല കണ്ടീഷനിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്രോപ്പർട്ടി എടുക്കുമ്പോഴത്തേക്കും വീട്ടിൽ വേറെ മെയിൻ്റനൻസ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ആ കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്.